ഇപ്പോൾ പറഞ്ഞ വിശദീകരണത്തിൻ്റെ ഭാഗമായി ഉള്ളൊരു ചോദ്യമാണ്, ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി അഹമ്മദിയ ജമാഅത്ത് പ്രവർത്തകരെ വ്യാപകമായ രീതിയിൽ കൊന്നൊടുക്കിയിട്ടില്ലേ? ഈ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ എത്രമാത്രം കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്നതിൻ്റെ ഒന്നാന്തരം ഉദാഹരണമാണ് ഈ ചോദ്യം. ഈ ആരോപണം തന്നെ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി അഹമ്മദികളെ കൊന്നൊടുക്കിയെന്നല്ല, ആരോപണം തന്നെ പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമി കൊന്നൊടുക്കിയെന്നാണ്. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ആശയ എതിരാളികളുടെ കാര്യത്തിൽ എപ്പോഴും സ്വീകരിക്കുന്ന സമീപനം, പാകിസ്ഥാനിൽ ഒരു ഘട്ടത്തിൽ അവിടുത്തെ ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന അബുല്ലാല മൗദൂദി അതിനോട് സ്വീകരിച്ചൊരു സമീപനമുണ്ട്. ഗവൺമെൻറ്റിനോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കരുത്, നിങ്ങൾ ആളുകളൊക്കെ കമ്മ്യൂണിസ്റ്റായി പോകും, മതം വിട്ടു പോകും എന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കൂ, ഞങ്ങൾ അവരെ ആശയമണ്ഡലത്തിൽ നേരിട്ട് കൊള്ളാം, ഞങ്ങളതിൽ ആത്മവിശ്വാസമുള്ളവരാണ്, എന്തിനവരെ നിരോധിക്കണം? അവർക്കും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? അഹമ്മദികളുടെ കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും മൗദൂദിയും സ്വീകരിച്ചത് ഒറ്റ കാര്യമേ ഉള്ളൂ, അഹമ്മദികൾ മുസ്ലിങ്ങളല്ല. കാരണം ഒരാൾ മുസ്ലിം ആകാനുള്ള അനിവാര്യമായ ഉപാധിയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നും മുഹമ്മദ് നബിയാണെന്ന് മാത്രമല്ല അന്ത്യപ്രവാചകനാണെന്നും വിശ്വസിക്കുക എന്നത്. അഹമ്മദികൾ മുഹമ്മദ് നബി അന്ത്യപ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നില്ല. അവർ അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ആണ്, അദ്ദേഹവും പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ളൊരു പ്രത്യേക സെക്റ്റാണ്. അവരെ പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങളായി പ്രഖ്യാപിക്കണം. മതന്യൂനപക്ഷമായി പ്രഖ്യാപിച്ചാൽ അവർക്ക് പാർലമെൻറ്റിൽ സീറ്റ് സംവരണം ഉണ്ടാകും, ഇനി ഒരുപാട് ആനുകൂല്യങ്ങൾ അവർക്കുണ്ട്. അതവർക്ക് കൊടുക്കണം, അവരെ കൊല്ലണം എന്നല്ല, അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകണമെന്നാണ് ജമാഅത്തും മൗദൂദിയും ആവശ്യപ്പെട്ടത്, അല്ലാതെ അവരെ കൊന്നുകളയണമെന്നല്ല. പക്ഷേ ഇതൊരു ആദർശപരമായ പ്രശ്നമാണ്, അവർ മുസ്ലിങ്ങളല്ല, അതുകൊണ്ട് അവരെ മതന്യൂനപക്ഷമായി ഒരു പ്രത്യേക മതവിഭാഗമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. മറ്റത് പല കെട്ടുകഥകൾ പോലെ ഒരു കെട്ടുകഥയാണ്. അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ റഫറൻസ് ഉണ്ട്. ആ റഫറൻസ് എന്ന് പറയുന്നത്, ഈ പാകിസ്ഥാനിൽ വലിയൊരു ഖാദിയാനി പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ആ പ്രശ്നത്തിൽ ജമാഅത്തിൻ്റെ ആകെയുള്ള സംഭാവന ഖാദിയാനി മസ്അല എന്ന് പറഞ്ഞിട്ട് ഖാദിയാനിസത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് മൗദൂദി എഴുതിയ ഒരു ലഘുകൃതി, ഒരു ലഘുലേഖ എന്ന് പറയാവുന്ന ഒരു കൃതിയാണ്. അത് ഉറുദുവിൽ വായിക്കാൻ കിട്ടും, ഇംഗ്ലീഷിൽ വായിക്കാൻ കിട്ടും, മലയാളത്തിലും അത് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിലൊരു കലാപത്തിൻ്റെ ഒന്നും ആഹ്വാനമില്ല. പിന്നീട് അവിടെ കലാപം നടന്നിട്ടുണ്ട്. പാകിസ്ഥാനിലെ എല്ലാ മനുഷ്യന്മാരും ജമാഅത്തെ ഇസ്ലാമിക്കാരല്ലോ, അവിടെ ഖാദിയാനികൾക്കെതിരായിട്ടും ഖാദിയാനികൾ പങ്കുചേർന്നുമൊക്കെ കലാപം ഉണ്ടായിട്ടുണ്ട്. ആ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പിന്നീട് പാക് ഗവൺമെൻറ് ഒരു കമ്മീഷനെ വെക്കുന്നുണ്ട്, മുനീർ കമ്മീഷൻ. അദ്ദേഹം ഒരു ശക്തനായ ജമാഅത്ത് വിരുദ്ധനും ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ എതിരാളിയും ഖാദിയാനി അനുഭാവിയുമായിരുന്നു. അദ്ദേഹമാണ് മൗദൂദി സാഹിബുമായിട്ട് നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ റിപ്പോർട്ട് ഡോക്യുമെൻ്റഡ് ആണ്, ലോകത്ത് ലഭ്യമാണ്. അതാണ് ഈ ആരോപണത്തിൻ്റെ റഫറൻസായി ഉപയോഗിക്കുന്നത്. പക്ഷെ ആ കമ്മീഷനെ കുറിച്ച് അന്ന് തന്നെ മൗദൂദി പറഞ്ഞൊരു കാര്യമുണ്ട്, മുനീർ സാഹിബ് ഞാൻ പറയാത്ത കാര്യങ്ങൾ എൻ്റെ വായിൽ തിരികിയതാണ് എന്ന്. അപ്പോൾ അതുകൂടി പരിഗണിച്ചാണ് ഈ ആരോപണത്തെ പരിശോധിക്കേണ്ടത്.